മാർത്താണ്ഡവർമ്മ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലം 1729 മുതൽ 1758 വരെയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നാണ് മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നത്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിലും അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളമായിരുന്നു. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയായിരുന്നു. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരനാണ്. മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് എഴുവയിൽ അച്യുതവാര്യനാണ്. കൃഷ്ണശർമ്മൻ ഏത് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ആസ്ഥാന കവിയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും മാർത്താണ്ഡവർമ്മ എന്നതാണ്. തിരുവിതാംകൂർ പതിവു കണക്കു സമ്പ്രദായം അഥവാ ബജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നതും മാർത്താണ്ഡവർമ്മയാണ്. ശ്രീ പത്മനാഭ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധമാണ്. മാർത്താണ്ഡവർമ്മയ്ക്കു മുൻപിൽ കീഴടക്കിയ ഡച്ച് സൈന്യാധിപൻ ഡിലനോയാണ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയാണ്. ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഉദയഗിരി കോട്ടയിലാണ്. തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം 1730. 1736 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവ് വീരവർമ്മനാണ്.